ഹലോ ഗൈസ്, ഇതെന്റെ വോട്ട് ഈറ്റിനിടെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലേ ഇവിടെ ഗോതമ്പത്തരിന്റെ ഉപ്പുമാവായിരുന്നേ. എനിക്കത് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, റവാന്റെ ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവിന്റെ ഒപ്പം പപ്പടം ഉണ്ടായിരുന്നേ. പപ്പടം ഞാനിപ്പോ അങ്ങനെ കഴിക്കാറില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കടിച്ചു കൂട്ടണ്ടേന്ന് വിചാരിച്ച ആ പപ്പടം അങ്ങ് കഴിച്ചതാണ് കേട്ടോ. ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, അപ്പൊ അതിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ. നമ്മുടെ പുഴുങ്ങിയ കോഴിമുട്ടയും നമ്മൾ മറക്കരുതല്ലോ. അങ്ങനെ ഒരു മുട്ട കൂടെ കഴിച്ചു, അതിന്റെ ഒപ്പം തന്നെ പച്ചമുന്തിരി കൂടെ കഴിച്ചായിരുന്നു. ഈ പച്ചമുന്തിരി ഏട്ടന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മേടിക്കും. അങ്ങനെ ഇതേ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാനും ഏട്ടനും കൂടെ ഇറങ്ങി കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറൊക്കെ കണ്ട്. ഏട്ടനാണെങ്കിൽ മരുന്ന് മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. ഞാനൊരു സീറ്റ് കണ്ടപ്പോ അവിടെ അങ്ങ് കയറിയിരുന്നു. അല്ല, വാട്ടർ ഈറ്റിനടിയല്ലേ എടുത്തോണ്ടിരുന്നത്? അങ്ങനെ ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ വിട്ടു മന്തി മനസ്സിലേക്ക്. എന്റെ പൊന്നെ, ഇവിടുത്തെ മന്തി എനിക്കൊരു വികാരാണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ മുന്നിലായിട്ടൊരു മന്തിക്കട ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും കയറാതെ നേരെ വിട്ടത് ഇങ്ങോട്ടാണ്. എപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോൾ ആലോചിക്കും, ഇത്രയും ടേസ്റ്റി ആയിട്ട് ഈ മന്തി ആരായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുകയെന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ മന്തി. ഇപ്രാവശ്യം ഹണി അൽഫാമാണ് കേട്ടോ മേടിച്ചത്, കിട്ടില്ലെന്നായിരുന്നു. അതും കഴിച്ച് വീട്ടിലെത്തി ഞാൻ ഫ്രൂട്ടി ഉണ്ടാക്കി കുടിച്ചു. ഈ ഫ്രൂട്ടിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണണേ. രാത്രി ചോറിന്റെ ഒപ്പം ആണെങ്കിൽ മാന്ത മുളക് ഇട്ടത്, മാന്ത പൊരിച്ചത്, ഒരു ബുൾസൈ, ഇത്രയാണ് കേട്ടോ കഴിച്ചത്. എന്റെ ചോറ് കഴിപ്പിന് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ കണ്ടു. സത്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ തന്നെയാണോ ചോറ് കഴിക്കുക? സത്യം. പലർക്കും പല രീതികളാണല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.